നവോത്ഥാനത്തിന് നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്തുണ്ടായ നിർഭാഗ്യകരമായ സംഭവവികാസങ്ങൾക്ക് ശേഷം ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്ത് സംയുക്ത പ്രവർത്തന സമിതി ചേർന്നു. അതിന് പിന്തുണ പ്രഖ്യാപിച്ച ഈ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും ജനങ്ങളിൽ എത്തിക്കാനും വേണ്ടിയിട്ടാണ് നാം ഈ പത്രസമ്മേളനം വിളിച്ചു ചേർന്നിട്ടുള്ളത്. എല്ലാവരെയും ഹൃദയം നിറഞ്ഞും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാര്യങ്ങൾ സംസാരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് ബഹുമാന്യനായ പ്രസിഡന്റ് ടി.പി. അബ്ദുൽ മദനി അവர்களാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ആദരണീയരായ മാധ്യമ പ്രവർത്തകന്മാർ, വളരെ സുപ്രധാനമായ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുകയാണ്. ഏറെക്കുറെ 1.5 പതിറ്റാണ്ട് കാലം വഴിവിരിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പുനരേകീകരണത്തിൻ്റെ ധന്യമായ ഒരു മുഹൂർത്തമാണ്. 1 വർഷത്തിലധികം കാലം നീണ്ടുനിന്ന ആദർശ സംഘടനാ രംഗത്തുള്ള സുദീർഘമായ ചർച്ചകളും പഠനത്തിനു ശേഷം അവർ ആത്മാർത്ഥമായി യോജിക്കുകയാണ് ചെയ്തത്, അവർ ഐക്യപ്പെടുകയാണ് ചെയ്തത്. ഇന്നിവിടെ ഇരുവിഭാഗത്തിൻ്റെയും സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ സംയുക്തമായ യോഗത്തിൽ ആ കഠിന പ്രയത്നത്തിൻ്റെ മഹത്തായ ഫലം നൽകിയ ആ പ്രവർത്തനത്തിൻ്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു പ്രമേയത്തിലൂടെ മുജാഹിദ് സമൂഹവും ഇവിടെയുള്ള ഗുണകാംക്ഷികളായ മുഴുവൻ ആളുകളും അംഗീകരിക്കേണ്ട ഒരു പ്രമേയമാണ് ഔദ്യോഗികമായി ഈ സംയുക്ത ബോഡി ഇന്ന് എടുത്തിട്ടുള്ളത്. പ്രമേയം കേരളം നവോത്ഥാന പരിശ്രമങ്ങൾക്ക് നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ 1.5 പതിറ്റാണ്ടായി നിലനിന്നിരുന്ന ആദർശപരവും സംഘടനാപരവുമായ ഭിന്നതകൾ 1 വർഷം നീണ്ടുനിന്ന വൈജ്ഞാനിക സംവാദങ്ങൾക്കും ആദർശ ചർച്ചകൾക്കും ശേഷം പരിഹാരം കണ്ട സാഹചര്യത്തിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകാനും ഐക്യ സന്ദേശം മുഴുവൻ കീഴ്ഘടകങ്ങളിലും യാഥാർത്ഥ്യമാക്കാനും ഈ യോഗം ഏകകണ്ഠമായി തീരുമാനിക്കുന്നു. അവതാരകൻ ടി.പി. അബ്ദുൽ മദനി, അനുവാദകൻ C.P. ഉമർ സുല്ലമി. ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കും. ഈ വാർത്തകൾ ലോകത്തെ അറിയിക്കാനും ഈ സന്തോഷത്തിൽ ഞങ്ങളോട് സഹകരിക്കാനും എല്ലാ മാധ്യമപ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രമേയത്തിലടങ്ങിയ ആശയം, അതിനെക്കുറിച്ച് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എന്തെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് ഉള്ളത് എന്ന് ദീർഘകാലമായി ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു പുതുതായി ഉണ്ടായതല്ല. 1 നൂറ്റാണ്ടുകാല ചരിത്രമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ പ്രബോധനത്തിന് എല്ലാവരും മനസ്സിലാക്കിയതാണ്. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഞാനിവിടെ ഊന്നി പറയാം. ഈയിടെ ഒരു മുടി പുണ്യം നേടുന്നതിന് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ വലിയ കോലാഹലം സൃഷ്ടിച്ച അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സൗദം ഉയരാനും കോടികൾ ചെലവഴിക്കാനും ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ
ഇവിടെ പത്രക്കാരുടെ മുന്നിൽ ഇന്നത്തെ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി അന്ന് പ്രതികരിച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹം വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം ചോദിച്ചു. ഈ ഇത്തരം അനാചാരങ്ങൾ അത് ബോഡി വേസ്റ്റ് എന്നാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് വിവരിച്ചത്. അതിനെ സംബന്ധിച്ച് എതിർക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനകളെ എന്താണ് കാണാത്തത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ആ മുൻപന്തിയിൽ നിൽക്കുന്ന വളരെ സുതാര്യമായ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന സംഘടന ഞങ്ങളാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്. സത്യത്തിൽ പരസ്പരം തന്നെ അതിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തുകൊണ്ട് ആ വിഭാഗം ഏറ്റുമുട്ടുന്നത് സന്തോഷത്തോടെ നോക്കിക്കാണുകയും ഞങ്ങളുടെ വാദങ്ങൾ സമൂഹത്തിൽ സുതാര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം ആ കാര്യം ഓർമ്മിപ്പിച്ചത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അന്ധവിശ്വാസങ്ങൾ വിശ്വാസരംഗത്തും ആചാര രംഗങ്ങളിൽ ഇസ്ലാമിനെ നിരക്കാത്ത പിൽക്കാലത്തുണ്ടായിട്ടുള്ള എന്ത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമാണ് ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് സുതാര്യവുമാണ്. അത് ഒരു എൽമിയായ ഒരു വൈജ്ഞാനികമായ ഒരു ചർച്ചയാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ പണ്ഡിത സഭ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും അതത് സന്ദർഭങ്ങളിൽ തീരുമാനങ്ങൾ കൊടുക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പ്രബോധന രംഗത്ത് പരസ്യമായി ആ നിലക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ അവതരിപ്പിക്കരുത് എന്നതാണ് ഞങ്ങളുടെ പ്രബോധന സംസ്കാരം. അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. മുസ്ലിം പേഴ്സൺ എല്ലാവരും സംബന്ധിച്ച് ഇല്ല അത് ഇന്ന് മുസ്ലിം പേഴ്സണല്ലോ അതിൻ്റെ ചരിത്രം അതിൽ ഭേദഗതി വരുത്തണമെന്നും അതിൽ ഭിന്നഭിപ്രായങ്ങൾ ഉണ്ടെന്നുമുള്ള വാദങ്ങൾ പുതിയതൊന്നുമല്ല. അത് നേരത്തെ ഉള്ളതാണ്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സണൽ ലോ ബോർഡ് പേഴ്സണൽ ലോ ഏക സിവിൽ കോഡിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് അത് ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഏതാനും ചില കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെ പർവ്വതീകരിക്കാതെ ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടന ഞങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്ന ആ അവകാശം ഇവിടെ സംരക്ഷിക്കപ്പെടണമെന്നും അതിൽ മുസ്ലിങ്ങൾ ഏക സ്വരമാണെന്നും ആണ് ഞങ്ങൾ സമൂഹത്തെ അറിയിച്ചത്. അതിവിടെ പ്രസക്തമല്ലല്ലോ ആചാരം. അങ്ങനെ മുജാഹിദ് ഐക്യം എന്ന് പറയുമ്പോൾ മുജാഹിദുകൾ തന്നെയാണ്. കേരള ഈ മുജാഹിദ് എന്ന പേര് നിങ്ങൾ ആലോചിക്കണം. കേരള നേതൃത്വത്തിൽ മുജാഹിദീനാണ്, അല്ലാതെ ലോകത്തൊട്ടാകെ മുജാഹിദുകൾ എന്നല്ല അതിന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മുജാഹിദ് പക്ഷത്ത് ചിലർ തെറ്റിദ്ധരിക്കുന്നത് തന്നെ. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന സംഘടന, ആ സംഘടനയിലെ പ്രവർത്തകരെയാണ് മുജാഹിദുകൾ എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്നത്. അവരെ ഇന്ന് സംഘടനയിൽ ഇല്ലല്ലോ, അവർ കേരളം പറയുന്നില്ലല്ലോ. അവരെന്തൊക്കെ ഇപ്പൊ വേറെന്തൊക്കെ പേരില്ലേ? എന്തറിയില്ല. ആണ് 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 അതൊക്കെ ശരിയാണ്. കേരളം അത് അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പ്രവർത്തകരെയാണ് മുജാഹിദുകൾ. ഞങ്ങൾക്ക് സുതാര്യമായി വ്യക്തമായ ആദർശമുണ്ട്. ആ ആദർശത്തിലാണ് ഇവിടെ നീണ്ട ചർച്ചകളൊക്കെ നടന്നു എന്ന് പറയുന്നത്. ഈ ആദർശവുമായി യോജിക്കുന്ന ആർക്കും ഇതിലേക്ക് കടന്നു വരാവുന്നതാണ്. അത് ഒരു പ്രശ്നവുമില്ല, സ്വാഗതം ചെയ്യും. പക്ഷേ അതില്ല ആദർശം ആണ് മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതല്ല പ്രസക്തം.
ആദർശത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. ആദർശത്തിലേക്ക് തിരിച്ചു വരുന്ന എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ സ്വകാര്യമായി പ്രവർത്തിക്കുന്നവരല്ലല്ലോ, ഞങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരല്ലേ. ഞങ്ങളുടെ പൊതു ആഹ്വാനങ്ങളിൽ ആദർശപരമായി യോജിപ്പുള്ള ആർക്കും വരാവുന്നതാണ്. ആദർശത്തിൽ മാറ്റം വരാത്ത കാലത്തോളം അങ്ങനെയുള്ള ആളുകളുമായി ഒരു സംഘടനാ ഐക്യത്തിന് ഞങ്ങൾ തയ്യാറല്ല. അല്ല, അത് പിരിഞ്ഞു പോയവരോടാണ് ആ ചോദ്യം ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവർ ചെയ്തത്? ഞങ്ങളോട് ഇല്ല, അങ്ങനെയുള്ള ഒന്നും ഞങ്ങൾക്ക് ഇല്ല. അങ്ങനെയുള്ള ഒന്നും ഞങ്ങൾ വിവാദത്തിനുണ്ടായിട്ടില്ല. ഈ 10-14 കൊല്ലങ്ങളിൽ അങ്ങനെ ഒന്നും ഒരു പ്രവർത്തന രംഗത്തും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു രജിസ്ട്രേഷൻ ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് രജിസ്റ്റേർഡ് അല്ല, അത് നമ്മളങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. 2 സംഘടന ആയപ്പോ അത് കേരളം അന്ന് മറുപക്ഷമൊക്കെ അതിന്റെ സംഘടനത്തിലല്ലേ. അതെ അതെ. മടവൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ബഹുദൈവ ആരാധകരാണെന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് പ്രചരിപ്പിച്ചതായിരുന്നു. മടവൂരിൽ തന്നെ എഴുതിയ പുസ്തകത്തിൽ ആശയവിദ്യാനം ഒരു പുകമറ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നത് നിഷേധിക്കാൻ കഴിയില്ല. പറഞ്ഞൊരു ഐക്യം എല്ലാ കാര്യങ്ങളിലും ആദർശപരമായ യോജിപ്പ്. അല്ലെങ്കിൽ ഇപ്പം എന്താ ഈ ഐക്യത്തിന് 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന ചർച്ച ആവശ്യമില്ല. 1 കൊല്ലം നീണ്ടു നിന്ന ചർച്ച എന്തായിരുന്നു? ആദർശരംഗത്താണ്. അതിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി ഒന്നിച്ച് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, ഭിന്നിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചുപോയി. ഇനി അത് രണ്ടാമത് ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അതെല്ലാം ഇല്ല, അതൊന്നും പറയില്ല. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. തെറ്റ് പറ്റിയെന്നോ അല്ലെങ്കിൽ എന്ത് ഞങ്ങൾ യോജിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി പറയാൻ തയ്യാറാണ്. ആ അണികളിൽ ഈ ഐക്യത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഞങ്ങൾ ഈ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചർച്ച ചെയ്യുകയും ഏകണ്ഠമായ തീരുമാനത്തിൽ എത്തുകയും ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അണികളെ, 2 വിഭാഗം ആളുകളുടെയും അണികളെ താഴെ തട്ട് വരെ ബോധവൽക്കരണം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് അത് രണ്ടാമതിന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. രണ്ട് സംഘടനയായ സമയത്ത് പറഞ്ഞതൊക്കെ മീഡിയയുടെ മുമ്പിലാണ് പറഞ്ഞത്. ഒരു കാര്യം നമുക്ക് ഒരു കൃത്യത ഉണ്ടാക്കുന്നുണ്ട്. ഈ ബഹുദൈവാരാധന മടവൂര് പിൻവാങ്ങിയതാണോ? അല്ല, മാധ്യമങ്ങളിൽ അത് നേരത്തെ പറഞ്ഞിരുന്ന ആ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നോ ഒക്കെ അവസാനിച്ചു. അത് അവസാനിച്ചു എന്ന് പറയാനുള്ള ഒരു സന്ദേശം മതി. അതിൻ്റെ അപ്പുറം പഴയതെന്തായിരുന്നു എന്ന് ഇനിയും ചർച്ച ചെയ്യപ്പെടില്ല. ഞങ്ങളുടെ തീരുമാനമാണ്. കാരണം ആദർശം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉള്ളിലുള്ള ഇതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത് പൊതുസമൂഹത്തിനിടയിൽ ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ 2002 പിളരുമ്പോൾ 18ഓളം വിഷയങ്ങളിൽ തർക്കമുണ്ടായി. ആ തർക്കത്തിൽ ഓരോന്നിനും എന്താണ് സമവായത്തിൽ എത്തിയെന്ന് അറിയാനാണ് യുക്തിബോധത്തോടുകൂടി ഖുർആൻ വിശദീകരിക്കാം അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അല്ല, അതെല്ലാം തീരുമാനിച്ച് അതേ പ്രകാരമുള്ള ഒപ്പുവെച്ച് തീരുമാനങ്ങൾ തീരുമാനം ഐക്യപ്പെട്ടു, ആദർശപരമായി യോജിപ്പിലെത്തി എന്നുള്ളതാണ്. അല്ല, ആദർശപരമായി യോജിപ്പിലെത്തി എന്ന് പറഞ്ഞാൽ അല്ലല്ല, അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വേണ്ടി വരുന്നത്. ഭിന്നിച്ച കാരണങ്ങൾ നിങ്ങൾ ഏതൊക്കെ അതിൽ ഐക്യപ്പെട്ടു? നിങ്ങൾ എന്ത് തീർപ്പിലെത്തി?
അല്ല, അതാദ്യം ഉൾക്കൊള്ളേണ്ടതും പറയേണ്ടതും ഞങ്ങളല്ലേ, ഞങ്ങളെ സംഘടനയല്ലേ. ഞങ്ങളെ അത് സംഘടനയെ ബോധവൽക്കരണം നടത്തിയതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം. അതിൻ്റെ രേഖയുമുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് അത് കടക്കുമ്പോൾ തന്നാൽ മതി. ഇപ്പം ഐക്യപ്പെട്ടു എന്ന സന്ദേശമാണ് ഇപ്പം ഞങ്ങൾക്ക് വരാൻ. എന്താ ഒരു രഹസ്യമില്ലല്ലോ. ഞങ്ങൾ പറയുന്നു കേരള ജമിയത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനങ്ങൾ അതിൻ്റെ കൂടെയാണ് എല്ലാവരും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല. കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വലിയ സംഘടന, ഒരു നൂറ്റാണ്ട് ഏറെക്കുറെ പഴക്കമുള്ള ഒരു സംഘടന, ആ സംഘടന സ്വീകരിച്ചു വന്ന ആദർശങ്ങളാണ്. ആ ആദർശങ്ങൾ അതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാണ്, അതും ലോകം അറിയുന്നതാണ്. അത് തീർന്നു, ഞങ്ങൾ പരസ്പരം യോജിച്ചു എന്ന് പറഞ്ഞ് കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ ഏകാണ്ടമായി ഞങ്ങൾ നിലനിൽക്കുകയാണ്. അതിന് ശേഷം അതിന് പിന്നെ വേറെ അർത്ഥങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും തിരിയില്ല. അതെ, അതറിയില്ല. അതൊക്കെ പോയവർക്കറിയാം, അത് പോയവർക്കറിയാം. നിങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെ ഒന്നും അതിന് വ്യാഖ്യാനിക്കണ്ട. കേരള ജമിയത്തുൽ ഉലമയെ എടുക്കുന്ന തീരുമാനങ്ങൾ അതിനോട് യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും സുതാര്യത ഞങ്ങൾക്ക് ഗൂഢമായ ഒരു ഘടകവുമില്ല. ഞങ്ങൾ റോട്ടിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണ്. എന്താണ് പറയും. ഞങ്ങളതിന്റെ വിശദീകരണത്തിൽ കിടക്കുകയാണ്. 20-ാം തീയതി ഏതാ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇനി നിങ്ങളോട് ഈ ലയനം അറിയിക്കുകയാണ്, യോജിപ്പ് അറിയിക്കുകയാണ്, ഈ ഐക്യം അറിയിക്കുകയാണ്. ഐക്യം അറിയിച്ച് ഞങ്ങൾ പ്രവർത്തകന്മാരെയും ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് 20-ാം തീയതി ഞങ്ങൾ പറയും. 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഞങ്ങളുടെ ഒരു മഹാസംഗമം ചേരുന്നുണ്ട്. അതിന് സന്തോഷത്തോടുകൂടെ നിങ്ങൾ പറയും ഈ ഭിന്നിച്ചു പോയവർ യോജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇത് യോജിപ്പാണ്. അത് ഒരു സംഘടനാ തലത്തിലുള്ള ഒരു പ്രക്രിയയാണ്. സ്വാഭാവികമായി അത് സംഘടന അതിനെ പെട്ടെന്നെടുത്തതും പിന്നീട് വരുന്നതും, കാരണം ഒരു 10-14 വർഷങ്ങൾ അകന്ന് നിന്നവരാണല്ലോ, സ്വതന്ത്രമായി തന്നെ പോയവരാണ്. അതിന് കുറച്ച് സമയമെടുക്കും. ആ കാര്യങ്ങളിൽ ഞങ്ങൾ ഭദ്രത നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള മേൽ കമ്മിറ്റികളും സംയുക്ത കമ്മിറ്റികളും എല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാം തീരുമാനിച്ചിട്ടുമുണ്ട്. ഒരു പ്രശ്നവും സംഘടനാ തലത്തിൽ ഒരു തട്ടി നിൽക്കുകയില്ല എന്ന് മാത്രം നിങ്ങൾ അതെല്ലാം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് പ്രസിദ്ധീകരണ രംഗത്ത് ഞങ്ങൾക്കുള്ള എല്ലാം ഞങ്ങൾ നിലനിർത്തും. സ്ഥാപനങ്ങളെല്ലാം ഞങ്ങൾ നിലനിർത്തും. അതിനൊക്കെ കേരള നദ്വത്തുൽ മുജാഹിദീനും കേരള ജമിയത്തുൽ ഉലമയും നേതൃത്വം വഹിക്കും. പിന്നെ വ്യക്തികൾ എന്ന് പറയുന്നത് അത് മാറിക്കൊണ്ടിരിക്കും. പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഈ സലഫിസും വഹാബിസും ബന്ധപ്പെട്ട് അതുണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾ നേരിടും. അല്ലല്ല, സലഫിസും വഹാബിസും ഒക്കെ ഒന്നായിട്ട് പറയുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിങ്ങൾ അടിയന്തരമായി ഇങ്ങനെ ഐക്യശ്രമം അല്ലല്ല, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇപ്പോഴത്തെ ഇതൊന്നുമില്ല, അതൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയാണ്. പക്ഷെ എന്നാലും നിങ്ങൾ സഹകരണം വലുതായിരുന്നു ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം സാധാരണ ഒരു കൊല്ലമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച പുറത്തു വരില്ലേ? ഇവിടെ അതൊന്നും കേട്ടിട്ടില്ലല്ലോ. ഇത് നടന്നതുമാണല്ലോ. അല്ലല്ല, ഒരു വർഷമായി ചർച്ച തുടങ്ങിയ അതൊക്കെ പറഞ്ഞു രേഖയുണ്ട്. ആ കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ പറയും. നിങ്ങൾ സഹകരിക്കണം. ഇവിടുത്തെ ഏറ്റവും നല്ല
ഒരു പുരോഗമന പ്രസ്ഥാനമാണിത്, ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. അതിനോട് പൂർണ്ണമായും നിങ്ങൾ ഇതുവരെ സഹകരിച്ചതുപോലെ തന്നെ നിങ്ങൾ സഹകരിക്കണം. ഇതിൽ എന്തെങ്കിലും വിള്ളലുകൾ, മനുഷ്യനാണ്, പാളിച്ചകൾ ഉണ്ടാവും, അതൊന്നും പർവ്വതീകരിക്കാതെ ഐക്യത്തിൻ്റെ സന്ദേശം കഥ. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഞങ്ങളിവിടെ എന്ന് പറഞ്ഞത്, ഞങ്ങൾ ഭിന്നിക്കുന്നത് ഇവിടെ നല്ലത് ചിന്തിക്കുന്ന ആർക്കും ഇഷ്ടമായിരുന്നില്ല. അവരെല്ലാവരും ഞങ്ങൾ യോജിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഓരോരുത്തരും നിർവഹിക്കേണ്ട പങ്ക് അവരെല്ലാവരും നിർവഹിച്ചിട്ടുണ്ട്. അത് ഇക്കാലം വരെ ഭിന്നിച്ച അന്നു മുതൽ ഇതിൻ്റെ ഒന്നിക്കാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഇങ്ങനെ വന്നു. ഇന്ന് സംഘടന തന്നെ, രണ്ട് സംഘടനയും നേരിട്ട് തന്നെ ആ പ്രശ്നങ്ങളെ പഠിച്ച് മനസ്സിലാക്കി തിരുത്തി സുനിശ്ചിതമായ തീരുമാനമെടുത്ത് സംഘടനയുടെ എല്ലാ ഘടകങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ്. എന്താ അതിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, പ്രതീക്ഷിക്കും. അതിപ്പോ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട് വിഷയാധിഷ്ഠിതമായ ചർച്ചകൾ. ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്തുന്നതിന് വളരെ ശക്തമായി എതിരാണ്. ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്ന ആനുകൂല്യങ്ങളെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് എടുത്തു കളയാനോ അവരെ ഭീതിപ്പെടുത്താനോ ഉള്ള ശ്രമങ്ങളെ ഞങ്ങൾ എതിർക്കുകയും മുസ്ലിം സംഘടനകൾ ഒന്നിച്ചെടുത്ത അതിനോട് ഞങ്ങൾ സഹകരിക്കുന്നു. ഞങ്ങളെ മുൻപന്തിയിൽ വേറെ പാർട്ടിയാണെങ്കിലും സഹകരിക്കാം. ആരായിരുന്നു അങ്ങനെ ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല, പറയാത്തതൊന്നും ആകണം. സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഇസ്ലാമിക് ദഅവത്ത് തന്നെയാണ് ഉള്ളത്. അത് എതിരാണെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്താ 2001 ജമിയത്തുൽ തീരുമാനം. അന്ന് ഞങ്ങൾ അന്നാണ് ഈ സാമൂഹ്യക്ഷേമൊക്കെ ആ തീരുമാനം അംഗീകരിച്ചു. 2002 പിന്നെ അല്ല, യോജിപ്പിന്റെ കാലത്ത് എന്ത് പറയുന്നു എന്നതാണ് പ്രസക്തം. ഭിന്നിച്ച് നിൽക്കുമ്പോൾ പറയുന്നത് തന്നെയല്ല. അല്ല, അതൊക്കെ ഒരു വിഷയാധിഷ്ഠിതമായി വരുന്ന പ്രശ്നങ്ങളാണ്. ഒരു വിദ്യാഭ്യാസ രംഗത്തുള്ള സ്ഥാപനങ്ങൾക്കെതിരുള്ളതാണ്. അത് ഒന്നിച്ച് മുസ്ലിം സമൂഹം എല്ലാവരെയും അതിൽ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ശ്രമങ്ങളൊന്നും ആ കാര്യത്തിൽ നടത്തരുത്. ഭീതി അവസാനിപ്പിക്കേണ്ടതാണ്. മുജാഹിദുകൾ മാത്രമൊന്നുമല്ല. ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഭൗതികമായ സാഹചര്യങ്ങളിൽ പ്രസ്ഥാനങ്ങളുമായോ സംഘടനകളുമായോ പ്രവർത്തനങ്ങളുമായോ ഒരു നേർരേഖ വരച്ച സംഘടനയല്ല. അത് ആദർശ പ്രസ്ഥാനമാണ്, ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ പിന്നിൽ വിദ്യാഭ്യസിക്കാത്ത ഒരു സമൂഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്ത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതൊക്കെ വിവിധ കക്ഷികൾ, വിവിധ ആളുകളാണ്. അത് നേരിട്ട് ഞങ്ങൾക്ക് അതിനോടൊന്നും ബന്ധമില്ല. അതൊന്നും പറയില്ല. എം അക്ബർ ഞങ്ങളുടെ ഒരു പ്രഭാഷകരാണ്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് പ്രത്യേക ഓർഗനൈസേഷനുകളാണ്. അതിന് രാജ്യത്തെ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളാണ്. അവയിൽ എന്തെങ്കിലും ദോഷമുള്ളതായിട്ട് ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉപരിതലത്തിൽ എന്തൊക്കെയോ നടക്കുന്നു. ഒരു സ്കൂൾ സ്ഥാപിക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് പെറ്റീഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ ഭരണഘടന കൊടുക്കണം. ആ ഭരണഘടന നിയമാനുസൃതമാകുമ്പോഴല്ലേ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമായി പെർമിഷൻ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വീസ് സ്കൂളുകൾക്കെതിരെ അവരുടെ ഭരണഘടനാപരമായി രാജ്യവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ട് എന്ന് ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ ഏതൊരു പൗരനും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കാം.
മുജാഹിദുകൾക്ക് സ്ഥാപിക്കാം, മുജാഹിദ് ആദർശക്കാർക്ക് സ്ഥാപിക്കാം, ഇതര സമുദായങ്ങൾക്ക് സ്ഥാപിക്കാം. അത് ഭരണഘടനാപരമായ അവകാശമാണ്. ആ അവകാശ ലംഘനം ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ പറ്റി ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ആരും പറഞ്ഞതായി ഞങ്ങൾ ആരും കേട്ടില്ല. ഏത് സ്കൂളിനെ പറ്റി? ഫീസ് സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തിൽ ധാരാളം പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ നേരിട്ടുള്ള സ്ഥാപനവുമല്ല. അത് അടുത്ത പണ്ടി അക്ഷരം കേൾക്കാം. നമുക്ക് ഇത് അവസാനിപ്പിക്കുകയാണ്. 20-ാം തീയതി ഞങ്ങളുടെ സംഗമം, ഒരു മഹാസംഗമം, ഐക്യ സമ്മേളനം, അതിനെ വിജയിപ്പിക്കാൻ ഉള്ള ആഹ്വാനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും സഹകരണം.